സംസ്ഥാനത്ത് പാമ്പുകടിയേറ്റുള്ള മരണങ്ങൾ വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ പ്രതിരോധ നടപടികൾ ശക്തമാക്കുമെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ്. പാമ്പുകടിയേറ്റുള്ള മരണങ്ങൾ കുറയ്ക്കുന്നതിന് സർക്കാർ മുൻഗണന നൽകുമെന്നും മന്ത്രി വ്യക്തമാക്കി. ആശുപത്രികളിൽ ആന്റിവെനം ഉറപ്പുവരുത്തിയിട്ടുണ്ടെന്നും വിഷയം ഗൗരവമായി പരിഗണിച്ചുകൊണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രത്യേക യോഗം വിളിച്ചു ചേർത്തതായും മന്ത്രി അറിയിച്ചു. പൊതുവിൽ നമ്മൾ കാണേണ്ടത് ഈ ഒരു ഘട്ടത്തിൽ കഴിഞ്ഞ കുറേ വർഷങ്ങളായി നമ്മളൊരു വനം വകുപ്പും അതോടൊപ്പം ആരോഗ്യ വകുപ്പും സർക്കാർ പൊതുവിൽ തന്നെ പാമ്പ് കടിയേറ്റുള്ള മരണങ്ങൾ കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ നമ്മൾ സ്വീകരിച്ചു വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ഗ്രാഫ് നോക്കിയാൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇപ്പോൾ കഴിഞ്ഞ വർഷം 18 മരണങ്ങളാണ് ഉണ്ടായിട്ടുള്ളത് 2025. അപ്പോൾ അത് നല്ല നിലയിൽ ആ ഗ്രാഫ് കുറഞ്ഞാണ് വരുന്നത്. അപ്പോൾ പാമ്പ് കടിയേറ്റുള്ള മരണങ്ങൾ കുറയ്ക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതിന് എന്തൊക്കെ സാധ്യമായിട്ടുള്ള കാര്യങ്ങളുണ്ടോ അതെല്ലാം തന്നെ ചെയ്യുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ മാലിന്യം, കാട്, അതോടൊപ്പം തന്നെ നമ്മുടെ വീടിൻ്റെ അടുത്ത് തടി കഷ്ണങ്ങൾ കൂടി കിടക്കുന്നുണ്ടെങ്കിൽ അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ അവിടെയൊക്കെ ചെന്ന് നമ്മൾ കൈ ഇടുമ്പോഴോ അല്ലെങ്കിൽ അവിടേക്ക് പോകുമ്പോഴോ ഒക്കെ പ്രത്യേകമായിട്ട് നമ്മൾ ശ്രദ്ധിക്കുക എന്നുള്ളതും ഒക്കെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അപ്പോൾ ഈ ഒരു ഘട്ടത്തിൽ പ്രത്യേകിച്ചും ഞാൻ പറഞ്ഞല്ലോ, ഈ അന്തരീക്ഷ താപനില നല്ല നിലയിൽ വർദ്ധിക്കുന്ന ഒരു സാഹചര്യം, ഇതാണ് വിദഗ്ധർ പറയുന്നത്. അപ്പോൾ അതിൽ നമുക്ക് സാധ്യമായിട്ടുള്ള കാര്യങ്ങളെല്ലാം ചെയ്യുക എന്നുള്ളത് തന്നെയാണ് അത് നമ്മൾ ചെയ്തു പോകുന്നുണ്ട്. ഈ വേറൊരു കാര്യമാണ്, ഈ കണ്ണൂരിലെ ഉന്തുന്നള്ളു മാത്രമാണെന്നുള്ളതായിരുന്നു താങ്കളുടെ മൊഴി എന്നുള്ള ഒരു ഇത് വന്നിട്ടുണ്ട് വാർത്തകൾ. നിങ്ങൾ തന്നെയല്ലേ ഇതില്ല അല്ല നിങ്ങൾ തന്നെ എന്നുള്ള രീതിയിലല്ല എന്നുള്ളതാണ്. അല്ല, നിങ്ങൾ തന്നെയാണ് ഇതെല്ലാം പറയുന്നത്. അപ്പം നിങ്ങൾ തന്നെ അങ്ങനെ പറയും. ഞാൻ അങ്ങനെ പറഞ്ഞു എന്ന് നേരത്തെ പറഞ്ഞു, ഇങ്ങനെ പറഞ്ഞു എന്ന് ഇപ്പോൾ പറയുന്നു. ഇതിൻ്റെ എല്ലാം സത്യം പുറത്തു വരും. അപ്പോൾ അന്ന് നിങ്ങൾ പറഞ്ഞു ഞാൻ അങ്ങനെ പറഞ്ഞു, ഇപ്പോൾ നിങ്ങൾ പറഞ്ഞു ഞാൻ ഇങ്ങനെ പറഞ്ഞു. അതിൻ്റെ സത്യം പുറത്തു വരും. അത് നിങ്ങൾ തന്നെ പറയുന്ന കാര്യങ്ങളല്ലേ. ഇത് കൊടുത്തിട്ടുണ്ടോ അല്ലെങ്കിൽ ഇങ്ങനെയാണോ എന്നുള്ളതൊന്നും ചെക്ക് ചെയ്യാതെ ഒരു കാര്യങ്ങൾ ഇങ്ങനെ കൊടുക്കുകയല്ലേ ചെയ്യുന്നത്. അതങ്ങനെ ആവട്ടെ, അത് സംബന്ധിച്ച് ഞാനൊന്നും പറയുന്നില്ല. അതുപോലെ 13 പേർക്ക് ഒരു നായകടി ഏറ്റിട്ട് അത് ആ നായ്ക്ക് പേവിഷബാധ ഉണ്ടെന്നുള്ളത് ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഇന്നലെ സ്ഥിരീകരിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത്തരത്തിൽ തെരുവുനായ ശല്യം കേരളത്തിൽ രൂക്ഷമാകുമ്പോൾ ആരോഗ്യ മേഖലയിൽ ഈ റാബിസ് പോലെയുള്ളത് നേരിടാനുള്ള സജ്ജമാണോ? ഒരു സംശയം വേണ്ടല്ലോ. നമ്മളിതിൻ്റെ കണക്കുകൾ എല്ലാം പുറത്തു വിട്ടിരുന്നു. എനിക്ക് തോന്നുന്നു ഡിസംബർ വരെയുള്ള കണക്കെടുക്കുമ്പോൾ ഏതാണ്ട് 6 ലക്ഷം പേരിലധികം പേർക്ക് നമ്മൾ ആൻറ്റി റാബിസ് വാക്സിൻ എടുത്തിട്ടുണ്ട്. 6 ലക്ഷം പേർക്ക് ഡോഗ് ബൈറ്റ്സ്, ആനിമൽ ബൈറ്റ് ഏറ്റിട്ട് അത്രയും പേർക്ക് നമ്മൾ വാക്സിൻ എടുത്തിട്ടുണ്ട്. IDRVയും അതോടൊപ്പം തന്നെ ഇമ്മ്യൂണോഗ്ലോബുലിനും. അപ്പോൾ നേരത്തെ കാറ്റഗറി അനുസരിച്ചിട്ടാണ്, വൂണ്ടിൻ്റെ കാറ്റഗറി അനുസരിച്ചിട്ടാണ് നമ്മൾ ഇമ്മ്യൂണോഗ്ലോബുലിന് എടുക്കുക. പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല, ഒരു പ്രിക്കോഷൻ എന്നുള്ള നിലയിൽ തന്നെ അത് ഇമ്മ്യൂണോഗ്ലോബുലിൻ എടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ സ്വീകരിച്ചിട്ട് ആണ് പോകുന്നത്. അപ്പോൾ അത്രയും ലക്ഷക്കണക്കിന് ആളുകൾക്കാണ് ആൻറ്റി റാബിസ് വാക്സിൻ എടുക്കുന്നത്. അപ്പോൾ നമ്മളെ ആരോഗ്യ വകുപ്പിനെ സംബന്ധിച്ചിടത്തോളം തീർച്ചയായിട്ടും അതിൽ ഒരു ഘട്ടത്തിൽ എന്തെല്ലാം ആക്ഷേപങ്ങളുണ്ടായി. അതായത് ക്വാളിറ്റി ഇല്ലാത്തതാണ് എന്ന് പറയുകയുണ്ടായി. കേരളത്തിൽ ക്വാളിറ്റി ഇല്ലാത്ത ആൻറ്റി റാബിസ് വാക്സിൻ കൊടുക്കുന്നു എന്ന് പറഞ്ഞു. വാസ്തവത്തിൽ നമ്മൾ കേന്ദ്ര ലാബ് സർട്ടിഫൈ ചെയ്യുന്ന ആൻറ്റി റാബിസ് വാക്സിനാണ് കൊടുക്കുന്നത്. അതുകൂടാതെ അന്നത്തെ ആ നിലയിൽ ചില മാധ്യമങ്ങൾ എഴുതിയപ്പോൾ കേന്ദ്രത്തിൽ നിന്ന് തന്നെ വന്ന് അവർ റാൻഡമായിട്ട് വന്ന് അവിടുന്ന് എല്ലാം എടുത്തിട്ട് പോയി. ആരോഗ്യ കേന്ദ്രങ്ങളിൽ നിന്ന്, ആശുപത്രികളിൽ നിന്നൊക്കെ ആൻറ്റി റാബിസ് വാക്സിൻ എടുത്തിട്ട് പോയി. അവർ തന്നെ സർട്ടിഫൈ ചെയ്ത് നമ്മൾ സപ്ലൈ ചെയ്ത വാക്സിൻ വീണ്ടും അവർ പരിശോധിച്ചിട്ട് അതിലൊരു പ്രശ്നവും ഇല്ല എന്ന് വീണ്ടും സർട്ടിഫൈ ചെയ്യുന്ന സാഹചര്യവും ഉണ്ടായി. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഓരോ ജീവനും വിലപ്പെട്ടതാണ്. അതിൽ ആരോഗ്യ വകുപ്പിനെ സംബന്ധിച്ചിടത്തോളം അതിൽ സാധ്യമായ നടപടികൾ സ്വീകരിക്കുക എന്നുള്ളത് തന്നെയാണ്. അത് തീർച്ചയായിട്ടും ചെയ്തു. അതാണ് ഈ ലക്ഷക്കണക്കിന് ആളുകൾക്ക് ആനിമൽ ബൈറ്റിൽ വാക്സിൻ എടുക്കുന്നു എന്നുള്ളത് കാണുമ്പോൾ തന്നെ എത്രയും അധികം നമ്മൾ അതിലൊരു എഫേർട്ട് എടുക്കുന്നു എന്നുള്ളത് കാണാനായിട്ട് സാധിക്കും. 4-ാം തീയതി കാണാം.